ഹായ് ഹലോ വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട തങ്കച്ചൻ വിതുര. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. അപ്പൊ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ ഒരു സകലകലാവല്ലഭനാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാൻസ്, അഭിനയം, പാട്ട് എല്ലാ മേഖലയിലും ചേട്ടന്റേതായിട്ടുള്ള ഒരു മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അത് വേണോ? സകലകലാവല്ലവനൊക്കെ വേണോ? എന്താണ്? അല്ല, ഞാൻ ഡാൻസ് കളിക്കൂലേ? കളിക്കുമെങ്കിലും പാട്ട് പാടൂലേ? അതൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ എല്ലാത്തിലും നല്ല ആക്റ്റീവ് ആയിരുന്നോ? പിന്നെ അവിടെ തൊട്ടാണ് തുടക്കം. ഡാൻസ്, പാട്ട്, അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ഇത് ഈ അവസരങ്ങൾ ചോദിച്ചു പോയിട്ടുള്ള അതിന് കൂടുതലും നാട്ടിൽ നിന്ന് തന്നെ, നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട്. ഇവിടെ നമുക്ക് വേണ്ടത് നാട്ടിലെ സപ്പോർട്ടാണ്. നാട്ടിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ്. പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും. പിന്നെ മിമിക്സ് ഒക്കെ അതിന് ശേഷമാണ് വരുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോയും പാട്ടും അങ്ങനെയൊക്കെയാണ്. അത് പിന്നെ ഓരോ സ്റ്റേജുകളിൽ ചെന്ന് അവസരം ചോദിച്ച് അതിൻ്റെ അനുമതി തന്ന് ചെറിയ ചില്ലറ പൈസകളൊക്കെ അന്നത്തെ ചെറിയ എമൗണ്ടുകളൊക്കെ കിട്ടി. അതിൻ്റെ ഒരു ചെറിയ രുചിയും ഒക്കെ പിടിച്ച് വന്ന സമയത്ത് ഇത് കൊള്ളാമല്ല, ഈ പരിപാടി ഇതങ്ങനെ തുടർന്ന് പോയാൽ കൊള്ളാമല്ലോ, അങ്ങനെ പറഞ്ഞ് അങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ പ്രൊഫഷണലിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പം മിമിക്സിലേക്ക് എങ്ങനെയാണ്? മിമിക്സിൽ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നേ, ഒരു പ്രൊഫഷണലൊന്നും അല്ലാതെ. അപ്പോൾ അതിൽ ആ ചുറ്റുവട്ടത്ത്, നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്ത് മാത്രം പ്രോഗ്രാം ചെയ്യുകയും പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രൊഫഷണൽ സമിതിയിലേക്ക് വരുന്നത്. അതിനുശേഷം ട്രിവാൻഡ്രത്തെ ഡിസ്കവറി എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട്. ആ ട്രൂപ്പാണ് പ്രൊഫഷണലായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ ഹോട്ടൽ ജീവിതവും പിന്നെ അല്ലാതെ മിമിക്സും ഇങ്ങനെ കൊണ്ടുപോയി അവസാനം അതിൽ നിന്ന് കുറച്ചുകൂടെ വരുമാനവും കുറച്ചുകൂടെ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങോട്ട് കിട്ടിയപ്പം ഹോട്ടൽ മേഖല ഒരല്പം ഒന്ന് ബാക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നവരെ പിന്നെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. ഇതുവരെ ഇവിടം വരെ. ഇനി എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? അല്ല, എപ്പോഴെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, പഴയ വഴിക്കൂടെ ഒന്ന് സഞ്ചരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ. അന്ന് നമുക്കൊരു വലിയ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ്, നല്ലൊരു കുക്കൊക്കെ ആകുന്നതിന് മുമ്പ് ആ കഷ്ടപ്പാടിൽ നിന്ന് പറിച്ചെടുത്ത് വന്നതാണ് ഞാൻ ഈ മേഖലയിൽ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേന്നിങ്ങനെ തുടങ്ങി കൊണ്ടുവരണം. കാരണം ഞാൻ ഒരു വലിയൊരു ഷെഫോ ഒക്കെ വലിയൊരു കുക്കൊക്കെ ആയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ട്. ഞാൻ ഒന്ന് ആകുന്നതിന് മുമ്പ് ഇറങ്ങിയതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോയാൽ പിന്നെ എനിക്ക് അത് തന്നെ തുടർന്ന് കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താല്പര്യമില്ല. പക്ഷെ എന്നാലും എല്ലാ ഹോട്ടൽ ജോലി ചെയ്യുന്നവരെയും ഹോട്ടലുകളും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരെയൊക്കെ വലിയ ഇഷ്ടമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചോറും കറിയും. ചോറിന്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ? മീൻകറിയല്ലേ നമ്മൾ പണ്ടുപോലെ ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ആ മീൻകറി വെക്കേണ്ട രീതിയിൽ മുളകിട്ട മീൻകറിയാണോ അതോ തേങ്ങ അരച്ച് നല്ല വടുവ അരയ്ക്കുമെന്ന് പറയുന്നത്. അരച്ച് നല്ല വടുവ അരച്ച് ഈ ഉലുവയും മല്ലിയും മുളകും എല്ലാം കൂടെ ചേർത്ത് എണ്ണയിലിട്ട് വറുത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിനെ അരയ്ക്കും. ഈ വടുവ അരയ്ക്കുമെന്ന് പറഞ്ഞു നല്ല ബ്രൗൺ കളറിൽ അരച്ചതിന് ശേഷം നല്ല മീന് ചൂരായിക്കോട്ടെ. ഈ ചൂരയെ നമ്മുടെ മേളത്തെ കരിന്തൊലിയും കളയും. കരിന്തൊലി കളയുന്നത് എനിക്ക് പിടിക്കില്ല. കരിന്തൊലി കളഞ്ഞ അടിയിലെ സിൽവറും കളഞ്ഞിട്ട് മാംസം മാത്രം എടുക്കും. എന്നിട്ട് അതിനെ മുരിങ്ങക്കായും നമ്മുടെ ഉണ്ടമുളകും അതെല്ലാം ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി. ആദ്യം ഇതിനെ എണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ ഈ ചെറുള്ളിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ട് ഇഞ്ചി മുളകൊക്കെ ഇട്ട് ഈ ഉലുവ കൂടുതൽ വേണം, എന്നാലും ഇതിൻ്റെ ഒരു മണം അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നല്ല വറുത്തരച്ച് നല്ല തിളപ്പിച്ച് ലാസ്റ്റിലൊരു കടുവും കൂടെ തരച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ, നല്ല വെള്ളരി ചോറിൻ്റെ കൂടെ പറഞ്ഞപ്പോ തന്നെ വിശക്കുന്നു. അതിനോട് ഒരു ചെറിയൊരു പുളിശ്ശേരിയും കൂടെ കൊണ്ടെങ്കിൽ ഭംഗിയായിരിക്കും. പിന്നെ വേറെ ഒന്നല്ല, ഞാൻ ഈ ഹോട്ടലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ചമ്മന്തി ആയിരുന്നാലും മതി. ഈ പറയുന്ന ഒരു കറിയും ഈ നല്ലൊരു ചമ്മന്തിയുടെ മേളിൽ വരില്ല. ഈ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അവിടെ നിന്നൊക്കെ എടുക്കുന്ന സമയത്താണ് കറികൾക്ക് ടേസ്റ്റ് ഇല്ലാതാവുന്നത്. ഒരു ഇലയെ തന്നെ 16ഉം 17ഉം കറിയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് അതിനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഈ ഒരെണ്ണേ ഉള്ളൂ, ഒരു മുണ്ട് ഷർട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ തേച്ച്
അതിനെ ഉണക്കി തേച്ച് നല്ല ഭംഗിയായിട്ടിട്ടുണ്ട് കിടക്കണുണ്ട്. അത് വേറെ ഇല്ലാത്തതുണ്ട്. അതുപോലെ ചമ്മന്തി മാത്രം ഉള്ളെന്നുണ്ടെങ്കിൽ ആ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് അമ്മയൊക്കെ ഉണ്ടാക്കുന്നതല്ല ചമ്മന്തിയൊക്കെ. അത് ഇതിൽ തന്നെ വറുത്തരച്ച് ഒക്കെ നല്ല ചമ്മന്തിയുണ്ട്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്, അടിപൊളി. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ വിശപ്പിന് എന്ത് കിട്ടിയിരുന്നാലും കഴിക്കും, എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷെ എന്നാലും നമ്മൾ ശീലിച്ചു വന്ന ഇതൊക്കെ ആയതുകൊണ്ട് ഇതിനോടൊരല്പം കൂടുതൽ ഊണ് കഴിക്കാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരല്പം ചമ്മന്തി ഞാൻ കൂടുതൽ കഴിക്കും. ഇഷ്ടമല്ലാത്ത ഫുഡ് എന്താ അപ്പോ? അങ്ങനെ ഇഷ്ടമല്ലാത്ത ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. എന്നാലും പൊതുവെ താല്പര്യം മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫുഡ് എണ്ണയുള്ള ആഹാരമൊക്കെ, എണ്ണയുള്ള ആഹാരമൊക്കെ ഭയങ്കര ഞാൻ അങ്ങനെ കഴിക്കാൻ നിൽക്കാറില്ല. പിന്നെ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും നോക്കുക. പുലി എന്താ പറയൂല, പുലി ഗതി കെട്ടാ പുലി പുല്ലും തിന്നും. ഇന്ന സാധനം കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു അല്ല വിശക്കുമ്പോ. അങ്ങനെ ആരും പറയില്ല. നല്ല വിശപ്പുണ്ട്, നല്ലൊരു ബിരിയാണി കിട്ടിയത് കഴിക്കാൻ, നല്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. വിശപ്പിന്റെ ഒക്കെ ഈ വിലയും അല്ലെങ്കിൽ വിശപ്പൊക്കെ അറിഞ്ഞിട്ടുള്ളവർക്ക് ഇന്നത് തന്നെ വേണമെന്നില്ല. എന്ത് കിട്ടിയിരുന്നാലും കഴിക്കും. ഇപ്പൊ കിട്ടുന്നെല്ലാം ബോണസാ. കാരണം പണ്ടൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോ ടൈം വൈകി കഴിക്കും എന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. വിശപ്പ് അനുഭവിച്ചിട്ടില്ല. നോമ്പ് പിടിക്കുമ്പം ഫുഡ് കഴിക്കുമ്പം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഉള്ള വിശപ്പ് എന്നല്ലാണ്ട്. ഫുഡ് കഴിക്കാണ്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ല, നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കില്ലല്ലോ. കഴിക്കാനില്ലാത്ത സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വിശപ്പ് പിന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ വിശപ്പിൻ്റെ അറിയാൻ പറ്റില്ല. ഇന്ന് കിറ്റ്കാറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ അത് കഴിച്ച് കിടക്കുന്ന പിള്ളേർക്ക്, വിശപ്പറിഞ്ഞുകൂടാത്ത പിള്ളേർക്ക് ഈ വിശപ്പിൻ്റെ ഇത് അറിയാൻ പറ്റില്ല. വിശപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വരണം. നമ്മളില്ലാതെ വിശന്ന് കിടന്ന ആ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയോ? തീർച്ചയായിട്ടും. പിന്നെ അല്ല, സിറ്റുവേഷൻ പറയുന്നത് അത്തരത്തിലൊരു സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാനെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും, സാധാരണപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും കലാകാരന്മാരിലുണ്ട്, അങ്ങനെ വന്നവർ തന്നെയാണ്. അപ്പോൾ വിശപ്പറിഞ്ഞു കഴിഞ്ഞാൽ കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയുന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്വരുവായി മാറിപ്പോയി. പാവമപ്പോൾ പസിയാലെ പാട്ടു നിർത്തി. ഈ പാവമപ്പോൾ പസിയാലെ പാട്ട് നിർത്തിയെന്ന് ഇപ്പോഴത്തെ തലമുറയിൽ ഒരു കൊച്ചു പാടി കഴിഞ്ഞാൽ നമുക്കത് കേൾക്കില്ല. പക്ഷേ ദാസേട്ടനൊക്കെ ആ വിശപ്പ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെ ഇന്റർവ്യൂലൊക്കെ കൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്, ആ വിശപ്പെന്ന് പാടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലടിക്കും. കാരണം ആ വിശപ്പ് അനുഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശപ്പിനെ കുറിച്ച് പറയുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കത് എന്താ പറയാ, കറ തീർന്ന് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അഭിനയിക്കാനും പാടാനും പറ്റും. അപ്പൊ ഞാനത് കറക്റ്റായിട്ട് വരിയും കറക്റ്റായിട്ടല്ല പാടിയത്, അങ്ങനെയല്ല പാടിക്കുന്നത്. അതെ, ഉള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം.